ഇപ്പൊ ഞാൻ നിൽക്കുന്നത് സാൻ പിയത്രോ ഇൻ മൊന്തേറിയോ എന്ന് പറയുന്നത് പത്രോസിനെ തല കീഴായി ക്രൂശിച്ച സ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അത് എത്രമാത്രം വാസ്തവം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരുപാട് പേര് ഒരുപാട് ചരിത്രകാരന്മാർ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ കർത്താവ് മരിച്ചതുപോലെ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല, അതുകൊണ്ട് നീറോ ചക്രവർത്തിയോട് പത്രോസ് പറഞ്ഞു, എന്നെ തല കീഴായി ക്രൂശിക്കുക. പത്രോസ് കർത്താവിനെ തള്ളി പറയുമെന്ന് കർത്താവിന് അറിഞ്ഞിട്ടും കർത്താവ് പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ എനിക്ക് വേണ്ടി മരിക്കേണ്ടിയവനാണ്. അതിനുശേഷം പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു 3 പ്രാവശ്യം. തള്ളി പറഞ്ഞത് മാത്രമല്ല, തന്റെ പഴയ പണിയിലേക്ക് പോയി മീൻ പിടിക്കാൻ പോയപ്പോൾ താൻ തനിയെ പോകുന്നില്ല, തന്റെ കൂടെ മറ്റു ശിഷ്യന്മാരെയും പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് താൻ പിന്മാറി എന്ന് മാത്രമല്ല, മറ്റുള്ളവരെയും കൂടെ പിന്മാറ്റത്തിന് കാരണമായി തീർന്നു. എന്നാൽ കർത്താവ് പത്രോസിനെ കണ്ടിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ മകനായ ശീമോനെ, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? ആ ഒരൊറ്റ ചോദ്യത്തിന്റെ ഉത്തരമായി തന്റെ ജീവിതം മുഴുവനായി കർത്താവിന്റെ മുമ്പിൽ പത്രോസ് ഏൽപ്പിക്കുകയാണ്. കർത്താവെ, നീ സകലവും അറിയുന്നു. പെന്തക്കോസ്ത് നാളിന് ശേഷം പഴയ പത്രോസ് അല്ല, ഈ പുതിയ പത്രോസ് എന്ന് പറയുന്നത് 3000 പേര് ആയിരങ്ങളുടെ മുമ്പിൽ ശക്തമായി കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കാനും അവസാനം കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി മരിക്കാനും തയ്യാറാകും. എന്നാൽ പലരും വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്. പത്രോസ് മരിക്കുന്ന അതേ സമയത്ത് തന്നെ തന്റെ ഭാര്യയും ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. തന്റെ ഭാര്യ പോകുന്നതിന് മുമ്പ് സന്തോഷത്തോടെ പറഞ്ഞു, ധൈര്യമായിരിക്കുക. എന്നിട്ട് പറഞ്ഞു, റിമെമ്പർ ദ ലോർഡ്, നമ്മുടെ കർത്താവിനെ ഓർത്തുകൊണ്ട്, സന്തോഷത്തോടെ. അതുകൊണ്ട് തന്റെ പിന്മാറ്റത്തിൽ അനേകരെ പിന്മാറ്റത്തിലേക്ക് പത്രോസ് നയിച്ചെങ്കിലും താൻ മരിക്കാൻ സമയമായപ്പോൾ തന്റെ ഭാര്യയെ പോലും സന്തോഷത്തോടെ മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, പ്രിയമുള്ളവരെ, താൻ സകലത്തിലും തന്റെ ഭാര്യയെക്കാട്ടിലും തന്റെ മീൻപിടുത്തത്തെക്കാട്ടിലും താൻ ആഗ്രഹിച്ചതും ഇച്ഛിച്ചതുമായ എല്ലാത്തിനും ഉപരിയായി കർത്താവിനെ സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് നമ്മളോടുള്ള ചോദ്യം, ഇവയിലധികമായി നാം കർത്താവിനെ സ്നേഹിക്കുന്നു.